ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറി ആയിട്ടുള്ള മോര് കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പകുതി കുമ്പളങ്ങേര കഷ്ണമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പകുതി കൊണ്ടാണ് ഞാൻ മോര് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലി കളയാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള കുമ്പളങ്ങേര തൊലിയെല്ലാം ചെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ കുമ്പളങ്ങയുടെ എല്ലാ കഷ്ണങ്ങളും മുറിച്ചെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാ കുമ്പളങ്ങയുടെ കഷ്ണങ്ങളും കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു പാത്രത്തിലിട്ടിട്ടാണ് കറി വയ്ക്കാനായിട്ട് പോകുന്നത്. ഇതിലേക്ക് ഞാൻ കഴുകി വെച്ചിട്ടുള്ള കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്ന ഭാഗം ഒന്ന് കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നമുക്കിനി അടുപ്പത്ത് വെക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് ഞാൻ കല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. അപ്പം ഞാനിത് അടച്ച് വെച്ചിട്ട് വേവിക്കാനാണ്. അപ്പോൾ കുമ്പളങ്ങ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചെരുകിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവുള്ള 8 ഉണ്ടമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എടുത്തിട്ടുള്ള മുളക് ഇച്ചിരി പഴുത്ത് പോയിട്ടുണ്ട്. ഇതിൽ പച്ചമുളകാണുള്ളതെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം നല്ല ജീരകം എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഏകദേശം 1/4 കപ്പ് വെള്ളം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തുറന്ന് നോക്കുകയാണ് കേട്ടോ. അത് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കയ്യിലെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി നോക്കി നോക്കുക. കണ്ടില്ലേ, നോക്കിയപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വെള്ളത്തിൽ പരമാവധി അരച്ചെടുക്കുക കേട്ടോ. എന്നാലാണ് ഫൈനായിട്ട് അരിഞ്ഞ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലത്തെ അരപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തിട്ടാണ് ആ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഈ കറി നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. നമ്മൾ ഒഴിച്ച് കൊടുത്തുള്ള നാളികേരത്തിൻ്റെ ആ ഒരു പച്ചമുളക് ഒന്ന് മാറി വരണം. അതിന് വേണ്ടിയിട്ടാണ് തിളച്ച് വരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോഴത്തെ കറി നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഒരു 5 മിനിറ്റോളം ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ 3 കപ്പ് തൈര് നല്ലപോലെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക. തൈര് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഈ കറി നല്ല പോലെ ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ, തിളക്കരുത്. അപ്പോൾ ഇതേ നമ്മുടെ മോര് കറി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്താലും 2 മിനിറ്റ് ഇതേപോലെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ കറി അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് കാച്ചി ഒഴിക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ ഇതേ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ അത് ഇട്ട് കൊടുത്തുള്ള കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് പൊട്ടിച്ചിട്ടുള്ളതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാനായിട്ട് നോക്കാം കേട്ടോ. കറി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് നമുക്കിത് അടച്ചു വയ്ക്കാം. അതിനുശേഷം കറി സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. ഇതിങ്ങനെ അടച്ചു വയ്ക്കണതേ നമ്മൾ കാച്ചി വെച്ചിട്ടുള്ള ആ ഒരു സ്മെല്ല് കറിയിലേക്ക് ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുകയാണ് കേട്ടോ. തുറക്കുമ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്. ഹായ്, എന്തൊരു സ്മെല്ല്. അപ്പോൾ അതേ നമ്മുടെ ഒഴിച്ച് കറി ആയിട്ടുള്ള മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനായിട്ടൊരു കറിയൊന്നും മനസ്സിൽ വരുന്നില്ലെങ്കിൽ വീട്ടിൽ തൈരുണ്ടെങ്കിൽ പിന്നെ നോ കൺഫ്യൂഷൻ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ എടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.